കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയം നമുക്ക് കർത്താവിനോടൊപ്പം ദൈവജനത്തോടൊപ്പം ചെലവഴിക്കുവാൻ തന്ന ദൈവിക സാവകാശത്തിനായി നന്ദി പറയാം. നമുക്ക് ദൈവജനം വായിച്ചാൽ അല്ലെങ്കിൽ പ്രവചന പുസ്തകങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ദൈവം തൻ്റെ ജനത്തെ ആദരിച്ചപ്പോൾ, അവരോട് കരുണ തോന്നിയപ്പോൾ, അവർക്ക് നഷ്ടമായതിനെ ഏഴിരട്ടിയായി അവർക്ക് തിരികെ കൊടുക്കുവാനിടയായി. എന്നാൽ ഈ ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ അത് കർത്താവ് നമ്മളോടാണ് സംസാരിക്കുന്നത്, നമ്മുടെ ജീവിതത്തോടാണ് അത് പറയുന്നത്. ആരാണോ അതിനെ ശരിയായ വിധത്തിൽ ഗ്രഹിക്കുന്നത്, അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് നഷ്ടമായതിനെ തിരിച്ചു തരുന്ന നാളുകളാണിത്. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളോട് ദൈവം കർത്താവ് വ്യക്തമായി സംസാരിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. Joel chapter 2 verse 28. യോവേൽ 2:28. And it shall come to pass afterward. അതിനുശേഷമോ, can you say with me, it shall come to pass afterward. അതിനുശേഷമോ, that means something happened before. എന്ന് വെച്ചാൽ അതിനു മുമ്പ് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. What was happened? എന്താണ് സംഭവിച്ചത്? Normally the Christian never focus on that area. നമ്മൾ ക്രിസ്ത്യാനികൾ ആ മേഖലയിലേക്ക് നോക്കാൻ But the ഇടയാകുന്നില്ല. next word we know, I will pour out my spirit upon all mankind or all flesh. പക്ഷെ അടുത്ത വാക്കിൽ അതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ സകല ജഡത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരും. Or we in the New Testament churches are focusing on that scripture. പുതിയ നിയമസഭകൾ അത് ആ വാക്യത്തിലാണ് കൂടുതൽ We ശ്രദ്ധ are വഹിക്കുന്നത്. expecting the outpouring of the Holy Spirit. നമ്മൾ എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു ഒഴുക്കിനെ കുറിച്ചാണ് We are ചിന്തിക്കേണ്ടത്. praying and preaching about it. നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനെ പ്രസംഗിക്കുകയും And we ചെയ്തുകൊണ്ടിരിക്കുന്നു. are expecting the children and youngsters are going to see visions. നമ്മൾ ചിന്തിക്കുന്ന യൗവനക്കാർ ദർശനം കാണുമെന്ന്. This is all true. അതൊക്കെ ശരിയാണ്. But you have to believe what will, before the outpouring of the Holy Spirit, something happened. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഒഴുക്ക് സംഭവിക്കുന്നതിനെക്കാട്ടി മുമ്പ്, അതിനു മുമ്പ് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. Is the word begin from Joel chapter 2 verse 18. യോവേൽ 2:18 അത് Then the തുടങ്ങാനിടയാകുന്നത്. Lord will be jealous of his people land. അങ്ങനെ യഹോവ തന്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ച തന്റെ ജനത്തെ ആദരിച്ചു. The word in Malayalam is beautiful word. മലയാളത്തിലായിരിക്കുന്ന വാക്ക് വളരെ മനോഹരമായ വാക്കാണ്. I seal about my land and honor my people. That's what it is in Malayalam. എന്റെ ദേശത്തെ കണ്ട് ഞാൻ എന്റെ ജനത്തെ ആദരിച്ചു എന്നാണ് കാണുന്നത്. So God want to honor his people. ദൈവത്തിന്റെ ജനത്തെ ആദരിക്കണം. That's why the restoration take place. അതുകൊണ്ടാണ് പുനഃസ്ഥാപിച്ചത്. Are you following me? God want to honor his people. ദൈവത്തിന് തന്റെ ജനത്തെ ആദരിക്കണം. Listen, this scripture, this word, you have to by heart it, and you have to remember what I am sharing now. ഞാൻ ഈ പറയുന്ന വാക്യം നിങ്ങൾ അത് മനസ്സിൽ അത് ദൃഢമാക്കി വെക്കണം. അതിനെ ശ്രദ്ധിക്കുക ആവശ്യമത്രേ. When God feel to honor his people, ദൈവം തന്റെ ജനത്തെ ആദരിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോ he gave his spirit upon us. അവന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരുവാനിടയായി. That is the glory of God. അതാണ് ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. I will continue next week in this area. ഈ ഭാഗം ഞാൻ അടുത്ത ആഴ്ചയിൽ കണ്ടിന്യൂ ചെയ്യാനിടയാകും. You understand what I am saying? ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? God feel to honor his people. That's why he pour out the anointing upon his people. ദൈവത്തിന് തന്റെ ജനത്തെ ആദരിക്കണമെന്ന് ആഗ്രഹം തോന്നിയ സമയത്താണ് ദൈവം തന്റെ ആത്മാവിനെ തന്റെ ജനത്തിന്റെ മേൽ പകരുവാനിടയായത്. So if you read chapter 2 from 18, we can see another honors are coming there. യോവേൽ 2:18 മുതൽ നമ്മൾ വായിച്ചാൽ ബാക്കിയുള്ള കുറച്ച് ആദരം കൂടെ അവിടെ വരുന്നത് നമുക്ക് കാണാനായി സാധിക്കും. Let's turn to verse 26. നമുക്ക് 26ാമത്തെ വാക്യത്തിലേക്ക് പോകാം. You will have plenty to eat. വേണ്ടുവോളം നിങ്ങൾ തൃപ്തരായി. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന you will have plenty to eat. നിങ്ങൾക്ക് വേണ്ടുവോളം തിന്നു തൃപ്തരായി. But if you read the Greek word, നിങ്ങൾ ഗ്രീക്ക് പദം വായിച്ചാൽ we can see the word plenty there. നമുക്ക് വേണ്ടുവോളം എന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. Instead of that, the word use eat. അതിന് പകരം കഴിക്കുക എന്നാണ്. That means it is written like this, you will have eat to eat. കഴിക്കുക. That means we can't explain that word, you know. ആ വാക്കിനെ നമുക്ക് പറയാനായി സാധിക്കത്തില്ല. That's why the translators did plenty to eat. അതുകൊണ്ടാണ് ട്രാൻസ്ലേറ്റർമാർ പറഞ്ഞത് വേണ്ടുവോളം തിന്നുക എന്ന്. So in another word we can say there will be abundant
abundance there. That's why he said plenty to eat. അവിടെ ഒരു വലിയ സമൃദ്ധി ഉണ്ടാകാം, അതുകൊണ്ടാണ് അവര് വേണ്ടുവോളം തിന്നുക എന്ന് പറഞ്ഞത്. So when God honor his people, there will be abundance also. ദൈവം തന്റെ ജനത്തെ ആദരിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയൊരു സമൃദ്ധി ഉണ്ട്. So can you believe the abundance are going to flow from your life from this year? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി ഒഴുകാനായി പോകുന്നു ഈ വർഷം മുതൽ? And will be satisfied. അത് നിങ്ങൾക്ക് തൃപ്തി വരുത്തും. That means not only abundance, not only you satisfied, there will be abundance to give also. Amen. നിങ്ങൾക്ക് തൃപ്തി വരുന്ന രീതിയിൽ മാത്രമല്ല, പിന്നെയോ നിങ്ങൾക്ക് കൊടുക്കത്തക്ക രീതിയിൽ നിങ്ങൾ തൃപ്തി വരുത്തുന്ന രീതിയിൽ ദൈവം നിങ്ങളെ ആദരിക്കും. Or receiving satisfaction in some area, that's itself a blessing. നിങ്ങൾക്ക് തൃപ്തി വരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. But it is written, not only satisfied, you are going to see the abundance where you satisfied. നിങ്ങൾക്ക് തൃപ്തി വരിക മാത്രമല്ല, സമൃദ്ധി നിങ്ങൾ അതിന്മേൽ കാണാനായി തുടങ്ങും. Oh, hallelujah. That means you are going to enjoy the abundance of God. നിങ്ങൾ സമൃദ്ധി, ദൈവത്തിന്റെ സമൃദ്ധി കൊണ്ട് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു. How many of you believe? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? That means restoration. എന്ന് വെച്ചാൽ വീണ്ടെടുപ്പ്. It is not only a replacement, അത് പകരം വെക്കൽ മാത്രമല്ല, but also the abundance of God. അത് ഒരു സമൃദ്ധി കൂടെയാണ്. Hey! Most of the people are thinking restoration is a replacement. പല ആൾക്കാരും ചിന്തിക്കുന്നത് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത് പകരം വെക്കലാണ്. Hey, it's not like that. അങ്ങനെയല്ല. Restoration means the abundance of restore. റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത് അത് വളരെ സമൃദ്ധിയോടെ തിരികെ നൽകുന്നതാണ്. And the people shall know Jesus will be with you. Amen. ലോകം അറിയോ നിങ്ങളുടെ കൂടെ യേശു ഉണ്ടെന്ന്. Will you please stand up and worship with me? നിങ്ങളെ ഒന്ന് എഴുന്നേറ്റ് എന്റെ കൂടെ ദൈവത്തെ ആരാധിക്കാമോ? That means because of the abundance, because of your satisfaction, people will see the Lord Jesus is among you. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തൃപ്തി, നിങ്ങളുടെ ജീവിതത്തിലെ സമൃദ്ധി കണ്ടിട്ട് ആൾക്കാർ പറയും നിങ്ങളുടെ കൂടെ യേശു ഉണ്ടെന്ന്. How many of you believe that? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? This year people will see and people will comment about your abundance. ഈ വർഷം ആൾക്കാർ നിങ്ങളുടെ സമൃദ്ധിയെ കാണും, നിങ്ങൾക്കുണ്ടായ സമൃദ്ധിയെ കുറിച്ച് അവർ വിളിച്ചു പറയാനും ഘോഷിക്കാനും തുടങ്ങും. According to Genesis chapter 26 word 12 onwards, it is written, the people of Philistines envy on them. ഫിലിസ്ത്യർ അവനെ നേരെ അസൂയപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ, so people started to envy on you. Amen. ആൾക്കാർ നിന്നെ മേൽ അസൂയയോടെ നോക്കാനായി തുടങ്ങും. How many of you believe that? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? This is the season for that. ഈ അതിന്റെ വേണ്ടി സീസണാണ്, കാലഘട്ടമാണ്. That's why God's glory is resting upon you. അതുകൊണ്ടാണ് ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വസിക്കുന്നത്. Come on. Worship him. അവനെ ആരാധിച്ചാട്ടെ. Worship him. അവനെ ആരാധിച്ചാട്ടെ. The year of satisfaction. ഈ തൃപ്തി വരുന്ന കാലഘട്ടം. The year of satisfaction. തൃപ്തി വരുന്ന വർഷം. Year of abundance. നിങ്ങൾക്ക് വേണ്ടുവോളമുള്ള വർഷം. The year of plenty to eat. അതിന് വേണ്ടുവോളം കഴിക്കാനുള്ളത്. The year of eat and eat. നിന്നെ തിന്നു തൃപ്തരാകുവാൻ. The year of the testimony that Jesus is among you. ഈ വർഷം യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്ന വർഷമാകും. So when God positioning your life, ദൈവം നിന്റെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തിയാൽ, so while he is positioning, restoration is the biggest part in your life. അവൻ നിന്നെ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ റിസ്റ്റോറേഷൻ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗമാണ്. Today ഇന്ന് I'm sharing about God is positioning the church. ഇന്ന് ഞാൻ സഭയെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് സംസാരിക്കാൻ ഇടയാകുന്നത്. Let's turn to Amos chapter 9 verse 11. ആമോസ് 9:11 പോയാൽ, please take your Bible and look at what I'm sharing today. നിങ്ങളുടെ ബൈബിൾ എടുത്തിട്ട് ഞാൻ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാലോ. If you understand today's message, it will make you shine. Your thoughts also going to shine. നിങ്ങളുടെ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾ ഷൈൻ ചെയ്യാനായി പോകുന്നു, നിങ്ങളുടെ ചിന്തകൾ ഷൈൻ ചെയ്യാനായി പോകുന്നു. In that day I shall rise up and restore the fallen tabernacle of David. അത് മലയാളത്തിലെ 12ാമത്തെ വാക്യമാണ്. ദാവീദിന്റെ കൂടാരത്തിൽ ഞാൻ അന്നാൾ നിവർത്തിക്കുകയും അതിന്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവന്റെ
ഇടിവുകളെ തീർക്കുകയും അതിനെ പുനരാതന കാലത്തിൽ എന്നതുപോലെ പണിയുകയും ചെയ്യും. In that day I shall rise up and restore the fallen tabernacle of David and wall up its breaches, and I will also rise up and restore the ruins and rebuild it as it was in the days of old. എന്തായിരുന്നു പഴയ കാലത്തിൽ അതുപോലെ ഞാൻ ദാവീദിന്റെ കൂടാരത്തെ പണിയും. When it is happened, എന്നാണ് അത് സംഭവിച്ചത്? next word, when is going to happen, എന്നാണ് അത് സംഭവിച്ചത്? it is written that they may possess the remnant of Edom and all nations that are called my name, says the Lord who does this. അവർ ഏദോമിൽ ശേഖരിച്ചിരുന്നവരുടെയും എന്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളുടെ ദേശത്തെ കൈവശമാക്കേണ്ടതിന് വീണുപോയ. എന്നൊന്ന് ശ്രദ്ധിച്ചാട്ടെ. Listen to me. Sometime when we are heard about God is going to restore the fallen tabernacle of David, we feel what is going on. നമ്മൾ ചിന്തിക്കുമ്പോൾ ദാവീദിന്റെ കൂടാരം വീണുപോയതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മൾ ചിന്തിക്കാൻ ഇടയാകുക. എന്താ ഈ ദാവീദിന്റെ കൂടാരം വീണുപോയത്, എന്തൊക്കെ ഈ പറയുന്നത്, തലയിൽ കൂടെ വേറെ പോകാൻ തുടങ്ങും. And also one thing is written, and that they may possess the remnant of Edom and also nations that are called by my name, says the Lord. ഞാൻ ആ വാചകം മലയാളത്തിലും കൂടെ ഞാനും കൂടെ പറഞ്ഞേക്കാം, ഊടി പറയാം. ഏദോമിൽ ശേഷിച്ചിരിക്കുന്നവരുടെയും, ശ്രദ്ധിച്ചു കേൾക്കൂ, ഏദോമിൽ ശേഷിച്ചിരിക്കുന്നവരുടെയും എൻ്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളുടെയും ദേശത്തെ, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ അടുത്ത വാചകം വായിക്കോ, കൈവശമാക്കേണ്ടതിന് വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ എഴുന്നേൽപ്പിക്കും. So why God raised the fallen tabernacle of David? എന്തിനാണ് വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ എഴുന്നേൽപ്പിക്കുന്നത്? That's what Bible says, to possess the nations. ദേശത്തെ കൈവശമാക്കാൻ വേണ്ടിയിട്ടാണ്. Whose nations? ആരുടെ ദേശമാണ്? The nations who are serving or calling upon the name of Jesus. യേശുവിന്റെ നാമത്തിൽ വിളിക്കപ്പെടുന്ന ദേശത്തെ കൈവശമാക്കാൻ. I'm trying to share a very big mystery. ഞാനൊരു വലിയ രഹസ്യം നിങ്ങളോട് പങ്കുവെക്കാൻ തുടങ്ങുകയാണ്. So that means when the tabernacle of David rise up, ദാവീദിന്റെ കൂടാരം എഴുന്നേൽക്കുമ്പോൾ we will possess the land of Gentiles. ജാതികളുടെ കൈവശമായിരുന്ന ദേശത്തെ നമ്മൾ കൈവശമാക്കുവാൻ ഇടയാകും. So what is mean by the fallen tabernacle of David? വീണുപോയ ദാവീദിന്റെ കൂടാരം എന്ന് പറഞ്ഞാൽ എന്താണ്? So once you know what is the fallen tabernacle of David, then you know what is mean by. വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് അറിയാൻ പറ്റിയ എന്താണ് അവിടെ സംഭവിച്ചത്. Let's turn to Acts chapter 15 verse 16 onwards. അപ്പോസ്തല പ്രവൃത്തി 15:16. After this I will come back and I will rebuild the house of David which has fallen, and I will rebuild its ruined, and I will set it up again. മലയാളം വായിക്കണമെന്നില്ലടാ. Are you listening to me? അവിടെ എഴുതിയിരിക്കുക, അന്നേരം ഞാൻ ദാവീദിന്റെ വീണുകൂഴ കൂടാരത്തെ വീണ്ടും പണിയും. So you know, chapter 15 is a wonderful chapter in the Acts. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു അധ്യായമാണ്. In Acts chapter 15, a great incident happened the first time. 15-ാം അധ്യായത്തിൽ ഒരു വലിയ കാര്യങ്ങൾ സംഭവിക്കാനിടയായി. Do you know what is that? എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? The first synagogue those happened in the 15th chapter. ആദ്യത്തെ സിനഗോഗ് 15-ാം അധ്യായത്തിലാണ് സംഭവിക്കാനിടയായത്. There was a issue among the apostles. അപ്പോസ്തലന്മാരുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. It's created by Paul. അത് പൗലോസിനാൽ ഉത്ഭവിച്ചതാണ്. It's created not only by Paul, it's also created by Peter and Paul. അത് പത്രോസിന്റെയും പൗലോസിന്റെയും ഇടയിൽ സംഭവിച്ചതാണ്. ഇടയിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ പത്രോസിനും സംഭവിച്ചു, പൗലോസിനും സംഭവിച്ചു. So maybe you are thinking about what issue that. നിങ്ങൾ ചിന്തിക്കുക അത് എന്ത് സംഭവമാണ് അവിടെ ഉണ്ടായത്? It's all about the grace and law. അത് നിയമവും കൃപയും കുറിച്ചുള്ള കാര്യത്തെ കുറിച്ചായിരുന്നു. There is a very
arguments going on in that time in the church. ആ സഭയ്ക്കകത്ത് വലിയ ആർഗ്യുമെന്റ് ആ സമയത്ത് നിയമത്തെയും കൃപയെക്കുറിച്ചും വലിയ ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നു. That time, while the argument is going on, Peter and Jacob stood up in among the people and started to share, this is what the Bible says. യാക്കോബും പത്രോസും ഈ ആർഗ്യുമെന്റ് നടക്കുന്നതിന്റെ ഇടയ്ക്ക് ആൾക്കാരുടെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഇതാണ് വചനത്തിൽ പറയാനിടയായിരിക്കുന്ന This is കാര്യം. the first synagogue. ഇത് ആദ്യത്തെ സിനഗോഗാണ്. He said, when the days of David, or when God rebuilt the tabernacle of David, ദാവീദിന്റെ കൂടാരം റീബിൽഡ് ചെയ്ത സമയത്ത് it will happen. It is, they also said. അവര് പറഞ്ഞു ഇത് സംഭവിച്ചു എന്ന് അവരും പറയാനിടയായി. Hey, when I was reading the scripture, I started to think, what is going on? ഞാൻ അത് വായിക്കുന്ന സമയത്ത് എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. Let's turn to one more scripture. ഒരു അധ്യായം കൂടെ നമുക്ക് വായിക്കാം. It is in 2nd Chronicles chapter 1 verse 3 and 4. 2 ദിനവൃത്താന്തം 1-ന്റെ 3-4 വാക്യങ്ങൾ. Did you open the scriptures? നിങ്ങൾ ആ വാക്യങ്ങൾ എടുത്തോ. This is a beautiful scripture. അതൊരു മനോഹരമായ വാക്യമാണ്. Then Solomon and all his assembly went to high place in Gibeon. ശലോമോൻ For God's tent of meeting was there, which Moses, the servant of the Lord, had made in wilderness. എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ശ്രദ്ധിക്കാമോ? സോളമനും അവന്റെ കൂട്ടുകാരും, ശ്രദ്ധിക്കണേ, സോളമനും അവന്റെ കൂട്ടുകാരും മോശയുടെ പ്രമാണമനുസരിച്ച് പണിഞ്ഞിരിക്കുന്ന, ന്യായപ്രമാണമനുസരിച്ച് പണിഞ്ഞിരിക്കുന്ന ടാബർനാക്കിളിലേക്ക് പോയി ആരാധിച്ചു. അത് ഗിബിയോനിലായിരുന്നു. Next word. But David brought up the ark of God from the Kiriath to the place he had prepared for it. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് ആ മോശയുടെ പ്രമാണം അനുസരിച്ച് പണിഞ്ഞ ആ സമാഗമന കൂടാരത്തിനകത്ത് പെട്ടകമില്ലായിരുന്നു. പെട്ടകം ഇരുന്നിരുന്നത് കിരീയത്തിലായിരുന്നു. ആ കിരീയത്തിലിരുന്ന സ്ഥലം വാസ്തവത്തിൽ ദാവീദ് പണിഞ്ഞ കൂടാരമായിരുന്നു. ആമേൻ. Are you listening? Yes. So there was two worship going on in Israel. One is in Gibeon, other is in Kiriath. ഇസ്രായേലിൽ 2 ആരാധന പോയിക്കൊണ്ടിരുന്നു. അത് ഒന്ന് ഗിബിയോനിലായിരുന്നു, ഒന്ന് കിരിയത്തിലായിരുന്നു. In Gibeon there is a traditional worship was going on, but in Kiriath there is no traditional worship. They are in front of the glory of God, in front of the mercy seat, and they started to worship there. ഗിബിയോനിലുള്ളത് അത് പാരമ്പര്യ രീതിയിലുള്ള ആരാധനയായിരുന്നു. എന്നാൽ കിരിയത്തിൽ ഉണ്ടായിരുന്നതോ അത് ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നടന്നിരുന്ന ആരാധനയായിരുന്നു. That means in Kiriath there is no tabernacle, there is no model of tabernacle, but mercy seat was there. കിരിയത്തിൽ ഉണ്ടായിരുന്നത് സമാഗമന കൂടാരത്തിന്റെ മോഡൽ അവിടെ ഇല്ലായിരുന്നു, പക്ഷേ അവിടെ ഉണ്ടായിരുന്നത് കരുണ അവിടെ ഉണ്ടായിരുന്നു. കൃപാസനം ഉണ്ടായിരുന്നു. കൃപാസനം, mercy seat. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറ. That means all Israel, those who are sinners and sick people, those who are in depression, those who are in issues, they went to the David's worship center. ദാവീദിന്റെ ആരാധന സ്ഥലത്ത് അവിടെ കുരുടന്മാര്, അവിടെ രോഗികളും അങ്ങനെയുള്ള പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും അവിടെ ചെല്ലുവാൻ ഇടയായി. But in Gibeon there is a traditional worship there. There is no difference. Only the people, those who are believed holy, they went there. The traditional people went there. ഗിബിയോനിൽ ഉണ്ടായിരുന്നത് അത് ഈ രീതിയിലല്ലായിരുന്നു. അത് പാരമ്പര്യമായിട്ട് വിശ്വാസമുള്ള ആൾക്കാർ മാത്രമായിരുന്നു അവിടെ ആരാധിക്കാൻ പോയിരുന്നത്. After Solomon built a church, ശലോമോൻ ഒരു സഭ പണിഞ്ഞതിന് ശേഷം Solomon took the mercy seat to Solomon's temple. ശലോമോൻ ഒരു കാര്യം ചെയ്തു, കൃപാസനം എടുത്തുകൊണ്ട് ശലോമോന്റെ ആലയത്തിലേക്ക് കൊണ്ടുപോകാനിടയായി. Before the Solomon's temple, ശലോമോന്റെ ആലയത്തിന് മുമ്പ് mercy seat was with the Devil's tabernacle, Devil's tent. ശലോമോൻ സഭ പണിയുന്നതിന് മുമ്പ് അത് ദാവീദിന്റെ കൂടെയായിരുന്നു കൃപാസനം ഉണ്ടായിരുന്നത്. So most of the issued people, those who are sick and problem people, they went to David tabernacle. പ്രശ്നങ്ങളുള്ളവർ ആരുടെ ദാവീദിന്റെ കൂടാരത്തിലേക്ക് പോകുവാൻ ഇടയായിരുന്നു. Because there was the mercy seat.
അവിടെയായിരുന്നു കൃപാസനം ഉണ്ടായിരുന്നത്. They enjoy the presence. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം അവർ അനുഭവിച്ചിരുന്നു. They enjoy the healings. അവർ സൗഖ്യങ്ങൾ അനുഭവിച്ചിരുന്നു. Enjoy the miracles. അവർ അത്ഭുതങ്ങൾ അനുഭവിച്ചിരുന്നു. Enjoy the presence. അവർ ദൈവ സാന്നിധ്യം അനുഭവിച്ചിരുന്നു. Enjoy the glory. ദൈവ മഹത്വം അനുഭവിച്ചിരുന്നു. But Gibeon, there is no glory was there. ഗിബെയോനിൽ എന്ന ദൈവത്തിന്റെ മഹത്വം അവിടെ ഉണ്ടായിരുന്നില്ല. But in David's tent there is all glory, healings and miracles, everything was there. എന്നാൽ ദാവീദിന്റെ കൂടാരത്തിൽ മഹത്വവും സൗഖ്യവും സർവ്വ കാര്യങ്ങളും അവിടെ But ഉണ്ടായിരുന്നു. when Solomon rebuilt the church, he took the mercy seat to the church. ശലോമോൻ ആണെങ്കിൽ സഭ പുതുക്കി പണിത സമയത്ത് ഈ കൃപാസനം എടുത്ത് അവിടേക്ക് കൊണ്ടുപോകാൻ ഇടയായി. The worship in the tabernacle of David stopped. ദാവീദിന്റെ കൂടാരത്തിലുള്ള ആരാധന നിന്നുപോയി. That's why Bible say, I am going to rebuild the tent of David and rebuild the tent of David. Amen. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ദാവീദിന്റെ കൂടാരത്തെ ഞാൻ പുതുക്കി പണിയാൻ ഇടയാകോ. ദാവീദിന്റെ കൂടാരത്തെ പുതുക്കി പണിയോ. The tent of David in the New Testament way, this is a church of God. Amen. പുതിയ നിയമ വ്യവസ്ഥ അനുസരിച്ച് ദാവീദിന്റെ കൂടാരം എന്ന് പറയുന്നത് ഇന്നത്തെ സഭയാണ്. That means they can directly come and worship the Lord with his glory of God. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇവിടെ ധൈര്യമായിട്ട് കയറി വന്ന് ദൈവത്തിന്റെ മഹത്വത്തെ ആരാധിക്കാൻ ഇടയാകും. വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ ദൈവം ഉയർത്തിയെന്ന് നമുക്ക് കാണാനായി കഴിയും. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ ഉയർത്തിയെന്ന് പറയുന്നത്? അത് നമ്മളോടുള്ള സ്നേഹത്തെയാണ് കാണിക്കുന്നത്, നമ്മളോടുള്ള ദൈവത്തിൻ്റെ ആ കരുണയാണ് കാണിക്കുന്നത്. അത് എനിക്ക് വേണ്ടി ചെയ്തതാണ്, നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. ആ കർത്താവിൻ്റെ കൃപയിൽ സന്തോഷിച്ചാട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമാണ്. നമ്മുടെ പ്രിയ ശകുന്തള ആൻറ്റിയാണ് ഇന്ന് സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. മാവളക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ആൻറ്റി വരുന്നത്. ആൻറ്റിയുടെ ലൈഫിൽ കർത്താവ് ചെയ്ത വലിയൊരു കാര്യമാണ് നമുക്ക് കേൾക്കാം. ആൻറ്റിയിൽ നിന്ന് തന്നെ അത് കേൾക്കാം. ആൻറ്റി പറഞ്ഞോട്ടെ ആൻറ്റി. എനിക്ക് കർത്താവായ യേശു എനിക്കൊരു ബിസിനസ് തന്നു. ബിസിനസ്സിൽ ഞാൻ അങ്ങനെ രണ്ട് കയ്യിലും ഇങ്ങനെ കിറ്റുകൾ തൂക്കി തലയിലും ചെമിട് കാണും. ഇങ്ങനെ നടന്ന് ആണ് കച്ചവടം ചെയ്യണത്. അതായത് ആൻറ്റി തുണിക്കച്ചവടമാണ്. അതായത് വീടുകൾ തോറും തുണി കൊണ്ട് പറയാം ആൻറ്റി. എന്നിട്ട് ചൊവ്വാഴ്ച രാവിലെ ഉറക്കം അടിച്ചപ്പം തന്നെ എനിക്ക് ഈ കൈ ഇതിനകം വേദന, ഇടത്തെ കൈയിടാക്കം വേദന. ഇത് ഇത്രയും കൈ ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങാൻ പാടില്ല, പൊക്കാൻ വയ്യ എനിക്ക്. അത്രയും പൊക്കാൻ പ്രയാസമായിരുന്നു. അത്രയ്ക്കും പ്രയാസം എന്തുകൊണ്ടാണെന്ന് അറിയാമോ ആൻറ്റി? ഇതിനകം വേദന. അതിനകം മൈക്ക് വെച്ച് പറയാം ആൻറ്റി. കൈ കുടലിനകം വേദന, കൈക്കകം വേദന. ഓക്കെ. ഈ തോളും വേദനയില്ല, ഇങ്ങോട്ട് വേദനയില്ല, ഇവിടെ മാത്രം. അങ്ങനെ 10 മണി വരെ ഇന്ന് ഞാൻ നോക്കി. രാവിലെ 10 മണി വരെ നോക്കി. വേദന കുറഞ്ഞില്ല. ഓക്കെ. എല്ലാരും പറഞ്ഞു എൻ്റെ പ്രാർത്ഥിച്ച എണ്ണ ഇട്, മുക്കൂട്ടിട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒന്നും ചെയ്യാതെ നമ്പർ എടുത്ത് ബ്രദറെ വിളിച്ച് പ്രാർത്ഥിച്ച് ആ നിമിഷം തന്നെ ഈ വേദന കുറയാൻ തുടങ്ങി. 3 മണിയായപ്പം, വൈകുന്നേരം 3 മണിയായപ്പം പതിവ് പോലെ ഈ കയ്യിലൊരു 5 കിലോ സാധനം തൂക്കും. ഞാൻ 5 കിലോ തൂക്കും. അങ്ങനെ അന്ന് തൊട്ട് പിന്നെ ഇന്നും ഈ കൈ കൊണ്ട് ഇങ്ങനെ ചുമടെടുത്തിട്ടാണ് പോയിട്ട് വന്നത്. അതായത് അന്ന് ആ പ്രാർത്ഥന ശേഷം ആന്റിക്ക് പിന്നെ വേദനയില്ല, പ്രയാസമൊന്നുമില്ല. അതാ ആന്റി ആദ്യം പറഞ്ഞ് ഇത്രയും പൊക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ആന്റി ഇപ്പൊ കൈ വീശി കാണിക്കുകയാണ്. കരങ്ങളെ അടിച്ച കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആന്റി കൊടുത്ത സൗഖ്യത്തിനായി ഞങ്ങൾ ചേർന്ന് നന്ദി പറയുന്നു. ആന്റി കർത്താവ് ചെയ്ത ആ അത്ഭുതം ആന്റി പറഞ്ഞു തന്നെ വലിയ കാര്യമാണ് ആന്റി. കാരണം നമ്മൾ അറിയേണ്ടത് ദൈവമാണ് പ്രവർത്തിച്ചതെന്ന്, അല്ലെങ്കിൽ ദൈവമാണ് എനിക്ക് സൗഖ്യം തന്നതെന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ദൈവിക അത്ഭുതങ്ങൾക്കായി നന്ദി പറയാം. ഓരോ അത്ഭുതങ്ങളും എന്നോട് ചിലത് സംസാരിച്ചുകൊണ്ടായിരിക്കുന്നത്. ഞാൻ മനസ്സിടിഞ്ഞിരിക്കുമ്പോൾ ഒരത്ഭുതം കാണുമ്പോൾ അതെന്നോട് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി ഇന്നും ചിലത് ചെയ്യുവാൻ ശക്തമായി നിനക്ക് സമീപമുണ്ടെന്നാണ്. നിങ്ങളിത് കാണുമ്പോൾ, നിങ്ങളിത് കേൾക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വേദനിക്കുന്ന സാഹചര്യങ്ങളെ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കർത്താവിനോടൊപ്പം ആയിരിക്കുന്ന കുടുംബങ്ങളിൽ ദൈവിക അത്ഭുതങ്ങൾ ചലിക്കട്ടെ. അപ്പാ, എനിക്ക് വേണ്ടിയാ സ്വർഗം സകലതും ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാ സ്വർഗം ചെയ്തിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്.
ആ ശ്രേഷ്ഠ അനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ആ അനുഭവത്തിൽ നമുക്കായിരിക്കാം. ആ സർക്കിളിൽ നിന്ന് പുറത്തു പോകാതെ അതിനകത്ത് നമുക്കായിരിക്കാം. ആ വലയത്തിനകത്ത് നമുക്കായിരിക്കാം. കർത്താവിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവേ, ഇവർ തൊടുന്നതൊക്കെ അനുഗ്രഹമാകട്ടെ, ഇവർ തൊടുന്നതൊക്കെ അത്ഭുതമാകട്ടെ, ഇവർ തന്നെ ഒരു അത്ഭുതമാകട്ടെ അപ്പാ. നന്ദി പറയുന്നു. ഇവർക്ക് നഷ്ടമായി എന്ന് പറയുന്നതിൻ്റെ കർത്താവേ, ഇരട്ടിയായ ഇവരുടെ ജീവിതത്തിലേക്ക് അത് മടങ്ങി വരട്ടെ അപ്പാ. അവരുടെ സങ്കടങ്ങളിൽ നിന്നും കർത്താവേ, നൃത്തത്തിൻ്റെയും ആർപ്പിൻ്റെയും കാലങ്ങളിലേക്ക് ഇവർ കാലെടുത്ത് വെച്ചിരിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. നന്ദി പറയുന്ന യേശുവേ, അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രമപ്പാ. വീണതിനെ തുടർന്ന് മുട്ട് തെറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയെ, അതായത് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പ്രയാസം തോന്നുന്ന വിധത്തിലാണ് തൻ്റെ മുട്ടിപ്പോളായിരിക്കുന്നത്. ആ വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. അത് മാറുമെന്നുള്ള ചിന്തയിലായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് ദിവസമായതുകൊണ്ട് ഇനി ഇത് മാറത്തില്ലയോ, ഇനിയും ഇങ്ങനെ ആയി പോകുമോ എന്ന ഭയത്തിലാണ് ഇപ്പോഴായിരിക്കുന്നത്. ആ മുട്ടുകളിലോട്ട് കൈവച്ചാട്ടെ അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ അപ്പാ. ഇപ്പോഴാ വേദന മാറിപ്പോകട്ടെ, ഇപ്പോഴാ പ്രയാസം മാറിപ്പോകട്ടെ അപ്പാ, ഇപ്പോഴാ ബുദ്ധിമുട്ട് മാറിപ്പോകട്ടെ അപ്പാ. അവിടുന്ന് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നു. കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ അപ്പാ. എനിക്കൊരു മഞ്ഞ ഷെൽഫ് കാണാം. മഞ്ഞ ഷെൽഫ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ കാണാറില്ല. പക്ഷേ ഇപ്പം പുതിയ വീടുകളിലൊക്കെ പല കളറിലുള്ള പെയിൻറ്റുകൾ ഭിത്തിയിലും അതായത് റൂഫിലുമൊക്കെ അടിക്കുന്നത് കാണാം. അതേപോലെ മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ടുള്ള ഒരു പല നിറങ്ങളിൽ ആ വീടായിരിക്കുക. ആ ഒരു ഷെൽഫിൽ ഒരു ചുമന്ന ഡയറി പോലത്തെ ഒരു ബുക്ക് ഇരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്ന ഒരു സ്പൈറൽ ബുക്കാണെന്ന് തോന്നുന്നു. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് കർത്താവ് ചിലത് സംസാരിക്കുന്നത് കാണാം. ആ വ്യക്തിയോട് കർത്താവ് ചിലവ് ഇടപെടുന്നത് കാണാം. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവുമായുള്ള ബന്ധത്തിൽ ചേർന്നായിരുന്നാട്ടെ. ഹല്ലേലൂയ. കർത്താവെ, ഈ വീടുകൾ ദൈവത്തെ അനുഭവിക്കട്ടെ. ഈ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടട്ടെ അപ്പാ. നിന്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആ ശ്രേഷ്ഠതയ്ക്കുള്ളിൽ ഞങ്ങളെ ഓരോരുത്തരെയും ആക്കിയതിനായി നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു.